നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പോളികാർബൺ ഷീറ്റിൻ്റെ വർക്കിൻ്റെ ആണ് വീഡിയോ. നമ്മൾ അവിടെ ഈ കാണുന്ന ഒരു ഏരിയയിലാണ് ചെയ്യാനുള്ളത്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കെല്ലാം മുമ്പ് സാധാരണ ഷീറ്റ് ഇട്ടതാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്നിടത്ത് സിറ്റൗട്ടിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് നമ്മൾ പോളികാർബൺ ഷീറ്റ് ഇടുന്നത്. അപ്പോൾ 5x5 ഹോൾ പ്ലേറ്റ് നമ്മൾ 3 എണ്ണം താഴെ തൂണ് വെക്കാനും ഭിത്തിയിലേക്കും പ്ലേറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. തൂണ് വരുന്നത് 3x3 ആണ്. അപ്പോൾ ഒരു 3 തൂണാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചൊരു അത്യാവശ്യം ലുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കസ്റ്റമർ കുറച്ച് സൈസുള്ള മെറ്റീരിയലിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ 3x3 പൈപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ തൂണും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കഴുക്കോല് നേരെ ഭിത്തിയിൽ നിന്ന് പ്ലേറ്റ് വെച്ച് അടിച്ചതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കഴുക്കോലും കൂടെ കൊടുക്കാനുണ്ട്. 4 കഴുക്കോലാണ് ടോട്ടൽ വരുന്നത്. താഴെ പൈപ്പും കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് വീതിക്ക് വരുന്നത് 1.25 വർക്കുകളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ നമുക്ക് കൃത്യമായിട്ട് ഇടാൻ പറ്റാത്തത്. നിലവിൽ വർക്കുകൾ നല്ല തിരക്കായിട്ട് നടക്കുന്ന ടൈമാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. പരമാവധി നമ്മൾ അടുപ്പിച്ചിടാൻ ശ്രമിക്കുന്നതാണ്. 4 കഴുക്കൂര് നമ്മൾ വെച്ചിട്ടുണ്ട് 3x3. ഇനി ഇടക്ക് നമ്മൾ 1.25 കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഴയ ഷീറ്റിൻ്റെ അടിഭാഗത്തേക്ക് കിട്ടുന്ന രീതിയിലാണ് ഷീറ്റ് ഇടുന്നത്. ഇനി ഇതിൻ്റെ പട്ടിക വരുന്ന അടിഭാഗത്ത് വരുന്ന പൈപ്പ് കട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ആദ്യം ഗ്രേ അപ്പോക്സിയാണ് അടിച്ചത്. ഇനി അതിന് ശേഷം ഒന്ന് ബ്ലാക്ക് പെയിൻറ്റും കൂടെ അടിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതിൻ്റെ ഫ്രെയിം വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ബ്ലാക്ക് പെയിൻറ്റും കൂടെ അടിക്കാനുണ്ട്. അപ്പോൾ പെയിൻറ്റും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഫുള്ളായിട്ട് ഷീറ്റ് ഇടാനുണ്ട്. നമ്മൾ 3 എണ്ണം ഭിത്തിക്ക് പ്ലേറ്റ് അടിച്ച് എൻഡിൽ വരുന്നത് സൺഷെയ്ഡ് വരുന്നതിൻ്റെ ആ ഭാഗത്തേക്ക് ഡ്രില്ല് ചെയ്ത് കമ്പി വെക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ പെയിൻറ്റ് ബ്ലാക്ക് കുറച്ച് അടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് പെയിൻറ്റ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് അടിച്ചടിച്ച് വരുന്നതാണ്. ഫിനിഷായി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഷീറ്റ് ഇടുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിയിടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഷീറ്റിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. പോളികാർബൺ ഷീറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ റോളാക്കിയിട്ട് അവർ കെട്ടിയിട്ടാണ് തന്നത്. ഒരു ഷീറ്റ് നമ്മൾ അയച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഷീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്ത ഷീറ്റും കൂടെ ഇതുപോലെ സെറ്റാക്കി പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ഷീറ്റും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് കഴുക്കോല് താഴേന്ന് കാര്യമായിട്ട് കാണാത്ത വിധത്തിൽ അതേ ലെവലിൽ കയറ്റിയിട്ടാണ് കട്ടിങ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെതർ പ്രൂഫ് സിലിക്കോൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഷീറ്റ് സ്ക്രൂ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ കാണുന്ന സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഷീറ്റ് 2 ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ വർക്ക് കഴിഞ്ഞു. ഇനി ഫുള്ള് ഫിനിഷായിട്ടുണ്ട്. നമ്മൾ താഴെ നിന്ന് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നതാണ്.
കാണാൻ നല്ല ഭംഗിയുള്ള കളറാണിത്. കൃത്യമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പോളികാർബൺ ഭാവിയിൽ കച്ചറയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മഴക്കാലത്തൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മളിതിൻ്റെ സാധാരണ പറയുന്ന പോലെ തന്നെ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു സ്ഥലത്ത് വരുന്ന വ്യത്യാസം കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയാത്തത്. ഇത് താഴെ നിന്നുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ മറ്റേ ഷീറ്റ് ഇട്ടതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഈ ഷീറ്റ് ഇട്ടുകൊണ്ട് തന്നെ അതത്ര ഒരു ബാക്കിലത്തേത് അത്ര വ്യൂ കിട്ടുന്നില്ല. ഫ്രണ്ട് ഭാഗം കാണാൻ ഒരു ലുക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും തന്നെ വരുന്നതായിരിക്കും.